ഇപ്പൊ സിനിമകളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഡിപ്പെൻസ് ഓൺ ഓഡിയൻസ് ആണ്. ഇന്നിപ്പോ OTT റിലീസിനുണ്ട് 18 ഈ പിള്ളേരുടെ പടം കാണാൻ പാടില്ല, വയലൻസ് അങ്ങനത്തെ പല കാര്യം. ജയിലർ മൂവി ഇറങ്ങിയപ്പോ കാര്യം ഉണ്ടായിരുന്നു. ജയിലർ അത് വയലൻസ് ആണ്. അതല്ല ഇപ്പൊ ടിവിയിലും OTT വന്നുകൊണ്ട് പിള്ളേരെ കാണാൻ സാധ്യതയുണ്ട്. വയലൻസ് കൊണ്ട് എന്തിനാ ഉദ്ദേശിക്കുന്നത്, വയലൻസ് എന്തിനാ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. വയലൻസ് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ വിറ്റു പോകണം. ഇപ്പൊ സെക്ഷന് വേണ്ടി ഇപ്പൊ സിനിമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. സ്മാർട്ട് ഫോൺ നോക്കി ആർക്കുണ്ടെങ്കിൽ എന്തുവേലും കാണാം. അത് നെഗറ്റീവാണ് വയലൻസ്. മാസ്കോട് സിനിമ ഭയങ്കര വയലൻസ് ആണ്. മാസ്കോട് ആവശ്യത്തിന് വയലൻസ് ചെയ്യും, പരിധിക്ക് അപ്പുറത്തില്ല. ഈ വയലൻസ് ആയിരിക്കും ഇപ്പൊ കോക്ക് വരും, വയലൻസ് എസ്റ്ററ്റിക് ആയി തോന്നി. വയലൻസ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു സിനിമയുടെ വിജയം എങ്ങനെയാണ്? കളക്ഷൻ ആണോ അത് ആളുകളുടെ ജനപ്രീതിയാണോ? എന്താണ് ശരിക്കും പറഞ്ഞ ഒരു സിനിമയുടെ വിജയം? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അമീർഖാന്റെ പോളിസിയറാണ്. പുള്ളിക്ക് രൂപയല്ല നോക്കുന്നത്, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നത്. ഇവിടെ പല സിനിമയും മോശമായിട്ട് മാർക്കറ്റിംഗിന്റെ പേരിൽ മാത്രം ഹിറ്റായി പോകുന്നുണ്ട്. അതേതാ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എല്ലാവരും കാശ് കിട്ടുവാണ്. അങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഷാറുഖ് ഖാനെ പണ്ട് അങ്ങനെ കുറെ മൂവീസ് ചെയ്യുന്നുണ്ട്. പല മൂവീസ് ഇനീഷ്യൽ കളക്ഷനും ഫസ്റ്റ് 3 ദിവസത്തെ കളക്ഷനിൽ വെച്ചാണ് കാശിലാക്കാൻ. പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് നല്ല ട്രെൻഡ് അല്ല. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇവരോട് രണ്ടുപേരോട് ഒരുമിച്ച് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒരേപോലെ അവരോട് പറയാനുള്ള ഒരു കാര്യം? എന്നെ മനസ്സിലാക്കാൻ നോക്കുക. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ. എന്നെ മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങൾ ആറാട്ടനേക്കാളും സന്തോഷ് വർക്കിയെ മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ പിന്നെ ആറാട്ടനാണ് ഞാൻ എന്ന് പറഞ്ഞ് അറിയാവുന്ന പേര് അതാണല്ലോ. സന്തോഷ് വർക്കി അത് മാറ്റി ചിന്തിച്ചൂടെ ഞാൻ ചോദിച്ചത്. ആറാട്ടന്മാരും സന്തോഷ് വർക്കിയാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത ഇന്റർവ്യൂസിൽ ആറാട്ടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനും നെഗറ്റീവ് കുറച്ച് നെഗറ്റീവ്. ഞങ്ങളിപ്പോ ത്രൂ ഔട്ട് വേൾഡിൽ മലയാളീസ് മുഴുവൻ അറിയാം. അപ്പൊ അത് ഇനി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇമേജ് ട്രാൻസ്ഫോർമേഷനും കുറച്ച് ബുദ്ധിമുട്ടാണ്. മലയാളികൾ മാറിയവരുണ്ട്. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് മാറി, പൃഥ്വിരാജ് പണ്ട് രാജപ്പം വിളിച്ച ആളെ ഇപ്പൊ രാജുവേട്ടനായല്ലോ. അങ്ങനെ മാറ്റം വരും, പക്ഷെ ടൈം എടുക്കും.